ഹലോ! അപ്പം നമുക്കിന്നൊരു യാൺ പോട്ട് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ഈ പോട്ട് കിട്ടാൻ വേണ്ടി ഇത്തവണ ചിക്കൻ സൂപ്പാട്ടോ ഞാൻ മേടിച്ചത്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓഡ് നമ്പർ ചൂസ് ചെയ്യാം. പിന്നെ ദാ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് യാണിൻ്റെ ദാ ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് റാപ്പ് ചെയ്തെടുക്കുക. അവിടെ ഞാൻ ഡബിൾ സൈസ് സ്റ്റിക്കറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനൊരു 3 തവണ ചുറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്ലൂ യൂസ് ചെയ്യാം. പിന്നെ ഓഡ് നമ്പർ നമ്മൾ ചൂസ് ചെയ്തത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന് വിട്ട് വേണം നമ്മൾ ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് കുറച്ച് സ്ട്രഗിൾ കാണും, കുഴപ്പമില്ല. പിന്നീട് നമുക്ക് ഒന്ന് കമഴ്ത്തി വെച്ചതായി ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെതൊരു 4ാമത്തെ ട്രയലിലൊക്കെയാണ് ഒന്ന് റെഡിയായി കിട്ടിയത്. കാരണം ലൂസായി പോകുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ അഴിച്ചു മാറ്റുന്നു, അങ്ങനെയൊക്കെ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. കുറച്ചും കൂടെ ഈസിയാണ് ഇത് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലാണ് വന്നത്. പിന്നെ ഇത് കറക്റ്റ് ചെയ്തെടുത്തു. പിന്നെ ദാ ഇതിൻ്റെ എൻഡിങ് സംഭവം ദാ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്സ് അകത്ത് ദാ ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിതിനൊരു മേക്ക് ഓവർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി ക്ലിയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.